അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, മീഡിയം സൈസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഒരു കടായി ഇതായി എടുത്തിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 or 3 ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇഷ്ടമുള്ള എണ്ണ എടുക്കാവുന്നതാണ്. ഞാനിപ്പോ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ വെള്ളമെല്ലാം മാറ്റിയതിനു ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് ആവുന്ന സമയത്ത് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മൂടി വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോ ഒരു 12 വറ്റൽ മുളക് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. സാധാരണ വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത കാശ്മീരി വറ്റൽ മുളകാണെന്നുണ്ടെങ്കിൽ 15 എണ്ണം വരെ എടുക്കാവുന്നതാണ്. അപ്പൊ എരിവുള്ള വറ്റൽ മുളകായതുകൊണ്ട് 12 എണ്ണം മതിയാവും. അപ്പൊ 1 മണിക്കൂർ വെള്ളത്തിലിടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ മുളക് വരും. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മുളക് കുതിർത്തെടുത്ത ആ വെള്ളത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പരുവത്തിന് ഈ മുളകൊന്ന് അരച്ചെടുക്കാം. അപ്പൊ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. ചിക്കൻ പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, എണ്ണ മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള എല്ലാം ഒന്ന് വാടി വരണം. അപ്പൊ 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ കഷ്ണങ്ങൾ അങ്ങ് ഉടഞ്ഞു പോവരുത്. ആ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മുളകിന്റെ പേസ്റ്റ് ഇല്ലേ, അതങ്ങ് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മുളകിന്റെ ഒരു പച്ച ചുവന്ന് മാറി കിട്ടണം. 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് ചിക്കനിലേക്ക് ഇതാ ചേർന്നിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ കഷ്ണം എടുത്ത് വെന്തിട്ടുണ്ടോ എന്ന് ഒന്ന് മുറിച്ച് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, ചിക്കൻ എല്ലാം ഇതാ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപിടി നിറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശുവണ്ടി പരിപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാണാനും ഒരു ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇന്ന് നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ മുളക് അരച്ചാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ആ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് അങ്ങ് കുറഞ്ഞു കിട്ടും. അപ്പൊ എരിവ് കുറയാനും രുചി വർദ്ധിക്കാനുമാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റിൽ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചിക്കൻ വേവിക്കുന്ന സമയത്ത്
1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റിൽ ഒരു കൈപിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ മുളക് അരച്ചെടുത്ത് ചേർത്തിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്, ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണ്. കുറച്ചെണ്ണ മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലൊരു ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്